ഓൺലൈനിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. ഓൺലൈൻ മീഡിയയോട് പറയുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. ഒരു മരിച്ച ഒരു ഗോഡ് ഓഫ് മലയാള സിനിമയെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കട്ടെ. ഞാനൊരു ക്രിമിനൽ കേസിലെ പ്രതിയൊന്നുമല്ല, ദേശദ്രോഹം ചെയ്തിട്ടൊന്നുമില്ല. സത്യമാസിന്റെ മകനായിട്ട് നല്ല ബന്ധം, നസീർ സാറിന്റെ മകനായിട്ട് നല്ല ബന്ധം. പക്ഷെ നമ്മൾ വളരുമ്പോൾ നമുക്ക് ചില ശത്രുക്കളുണ്ടോ, നമ്മൾ ഉപദ്രവിക്കണമെന്നില്ല. പക്ഷെ അവര് അത് വളച്ചൊടിച്ച് വൈരാഗ്യമുണ്ട്. ഓൺലൈനിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. ഓൺലൈൻ മീഡിയയോട് പറയുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നവർക്കാണ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടന്റ് വേണം. നിങ്ങൾ ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല, കണ്ടന്റ് നമ്മളത് ഉപയോഗിക്കും. പക്ഷെ അതിന്റെ സത്യാവസ്ഥ ഓൺലൈൻ പ്രവർത്തകർ ചെയ്യേണ്ട സത്യാവസ്ഥ എന്തായാലും ശുദ്ധമായിട്ടുള്ളത് ആരെക്കുറിച്ചാണ് ആരോപിക്കുന്നത് അവരുടെ അടുത്ത് നേരിട്ടൊന്ന് ചോദിക്കണം. പക്ഷെ ആരോട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാരിറ്റി തരാൻ വന്നേനെ. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞതാണല്ലോ, എന്തായിരിക്കും വരുന്നത്, എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ഇതിന്റെ റിസൾട്ടായിട്ട് വരുന്നത്. അല്പം മദ്യം ബോധത്തെ നിർത്തുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര കുപ്പിയാന്ന് പറഞ്ഞിട്ടില്ല, ആർക്കും എന്തും പറയാം. അതുപോലെ ഓരോ കാര്യങ്ങൾ അങ്ങനെ തെറ്റായി വരുന്നതിന്റെ പ്രശ്നങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രത്യേകിച്ചറിയാൻ ഞാൻ ഒരാളെ തേജവധം ചെയ്യുന്ന രീതിയിലും വേദനിപ്പിക്കുന്ന രീതിയിലും എൻ്റെ പ്രോഗ്രാംസ് ആണെങ്കിലും എല്ലാവരും ചിരിക്കുന്ന മുഖമായിട്ട് ഞാൻ പറഞ്ഞുവിടാറ്. ഒരു മരിച്ച ഒരു ഗോഡ് ഓഫ് മലയാള സിനിമയെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കട്ടെ. ഇല്ലല്ലോ. പിന്നെ നിങ്ങൾക്കറിയാം, ഞാനൊരു ക്രിമിനൽ കേസിലെ പ്രതിയൊന്നുമല്ല, ദേശദ്രോഹം ചെയ്തിട്ടൊന്നുമില്ല. ഒരു പീഡന കേസിലെ പ്രതിയല്ല. ഒരു പെൺപിള്ളേരെ ഞാൻ ശല്യം ചെയ്ത് കൊണ്ടുപോലും ശല്യം ചെയ്തിട്ടില്ല. പിന്നെന്തൊക്കെ കേസുകൾ, മയക്കുമരുന്ന് കേസിലെ പ്രതിയല്ല, പോക്സോ കേസിലെ പ്രതിയല്ല. ഒരു എരിവും പുളിയും കൂട്ടുന്ന നാവൊന്ന് തെറ്റിപ്പോയി. അത് നമ്മുടെ ഒരു തുല്യരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞപ്പോൾ വിശ്വസിച്ചു വേണം. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടെന്ന് നമ്മൾ വിശ്വസിക്കും. നമ്മൾ ഓരോരുത്തരെ കുറിച്ച്, സീനിയേഴ്സിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ കേട്ടിങ്ങനെ ഇരിക്കും. ഇപ്പോൾ മധു സാറിൻ്റെ എൻ്റെ ഇൻസ്റ്റയിൽ തന്നെ അറിയാം, മധു സാറായിട്ടിരിക്കുന്ന ഫോട്ടോ. നമ്മുടെ സിനിമകൾ കണ്ടു വളർന്നിട്ടുള്ള ആൾക്കാർ, നമ്മുടെ കാർന്നവന്മാരെ അവർ ഇഷ്ടപ്പെടുന്നത്. സത്യമാസിന്റെ മകനായിട്ട് നല്ല ബന്ധം, നസീർ സാറിന്റെ മകനായിട്ട് നല്ല ബന്ധം. പക്ഷെ നമ്മൾ വളരുമ്പോൾ നമുക്ക് ചില ശത്രുക്കളുണ്ടോ, നമ്മൾ ഉപദ്രവിക്കണമെന്നില്ല. പക്ഷെ അവര് അത് വളച്ചൊടിച്ച് വൈരാഗ്യമുണ്ട്. പക്ഷെ എന്നെ നശിപ്പിക്കാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. എത്രയൊക്കെ ആക്രമണം വന്നാലും ദൈവം നമ്മളെന്തായാലും നശിപ്പിക്കില്ല. അപ്പൊ ഞാൻ കള്ളുപിടിച്ച് നശിക്കാന്ന് വിചാരിച്ചാൽ നശിക്കും. പക്ഷെ ഞാൻ നശിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ഫൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഞാനിപ്പോൾ എത്രയോ പ്രശ്നങ്ങൾ വന്നിട്ട് ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് പല കാര്യങ്ങളും പറയുന്ന ഒരാളാണ്. ഈ സാധാരണ ഇങ്ങനെ തെറി വിളിയും മറ്റും വരുമ്പോൾ ഇതൊക്കെ ബ്ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് പോകും. ഞാനത് തുറന്നു വെച്ചിരിക്കുകയാണ്. കമന്റ്സ് തെറി പറയുന്ന അത്രയും പറഞ്ഞോട്ടെ, തൃപ്തിയാണ്. പാവം ചെയ്യാത്തവരെല്ലാം കല്ലെറിഞ്ഞോട്ടെ. ഇൻസ്റ്റയും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല, പറയാവുന്നവരൊക്കെ പറഞ്ഞോട്ടെ. എന്തായാലും സത്യം നന്മ അവസാനം വിജയിക്കും. നമ്മളെ വേറെ രീതിയിലാക്കാൻ ഒന്ന് രണ്ട് പേര് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചത്. അതാണ് ഞാൻ പറയുന്നത്. വീണ്ടും എത്തുന്നത് അങ്ങനെയില്ല. എത്രയോ സിനിമാ താരങ്ങളുണ്ട്, പക്ഷെ അവരൊന്നും എന്നെ തള്ളിപ്പറയാഞ്ഞത് എന്നെ അടുത്തറിയാവുന്നുണ്ട്. 1, 2, 3 വ്യക്തികൾ പറഞ്ഞത് അവർക്ക് എന്നോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യമോ വഴക്കോ. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച ശുദ്ധി എന്താണെന്നുള്ളത് ഒരു മനസ്സിലാക്കുകയോ വിളിച്ചു ചോദിക്കുകയൊന്നും ചെയ്തില്ല. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാം.